രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് ഒരു മുന്നറിയിപ്പും കൂടാതെ എടി ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നെല്ലിയമ്പതിക്ക്, നീ പെട്ടെന്ന് റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ചങ്ക്സ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ബഷിയോട് പെർമിഷൻ എടുക്കലും പോക്കും വരവും ഒക്കെ പെട്ടെന്നായിരുന്നു. ആക്ച്വലി ഞാൻ കുളിച്ചിട്ട് എൻ്റെ മുടി പോലും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ ഹാൻഡ് സ്ലീവ് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല, കയ്യിലുണ്ടായിരുന്നില്ല, സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഷാളൊക്കെ വെച്ച് കവർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മുതൽ ഫസി. ഇവളാണ് ഇതിൻ്റെ ഈ മെയിൻ സൂത്രധാര എന്ന് പറയാം കേട്ടോ. നമ്മളില്ലയെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇവളെ എങ്ങനെയെങ്കിലുമൊക്കെ എന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ ഇവളുണ്ടായിരുന്നു. പിന്നെ എൻ്റെ 1-2 വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഡ്രൈവർ വന്നിട്ട് നമ്മളുടെ എന്താ പറയുക, മറ്റേ സഞ്ചാരിയിൽ പറയുന്ന പോലെ ഇവർ രണ്ടുപേരായിരുന്നു കേട്ടോ. ഒരാൾ ഡ്രൈവറും ഒരാൾ കോ ഡ്രൈവറും. പിന്നെ ഞാനും ഫസീമയുടെ നമ്മുടെ മൊബൈലിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ക്ലാരിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഈ ഒരു സ്ഥലമല്ലേ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാനിവിടെ എൻ്റെ ബസ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ബസ് സ്റ്റോപ്പിലുള്ളതാണ് കേട്ടോ. അവിടെ വെറൈറ്റി ആയിട്ട് കുറേ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതിയിലോട്ട് എൻട്രൻസ് കിട്ടി. വാവ്, ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു സ്ഥലം. ഞാൻ കുഞ്ഞുനാളിൽ ഒരു തവണ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചെറിയൊരു ഓർമ്മകളുണ്ടായിരുന്നു. ആൻഡ് ഞാൻ വിചാരിച്ചത് ഇപ്രാവശ്യം ഞാൻ പോകുമ്പോൾ എനിക്ക് ആ സ്ഥലമൊക്കെ നേരെ മാറിയിട്ടുണ്ടാവും, എൻ്റെ ഓർമ്മകളിലുള്ളതിൽ വെച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഞാൻ അന്ന് കണ്ടത് എന്താണോ ഏകദേശം അതേപോലത്തെ തന്നെ ആയിരുന്നു. സ്ഥലത്തിന് അങ്ങനെ വലിയ പ്രത്യേകിച്ചുള്ള മാറ്റമൊന്നുമില്ല. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഈ കുഞ്ഞു കടകളുടെയൊക്കെ ആ ഒരു ഏരിയ വന്നപ്പോൾ മാത്രമേ എനിക്ക് ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അതല്ലാണ്ട് ബാക്കിയൊക്കെ ഞാൻ മുന്നേ കണ്ട ആ ഒരു നെല്ലിയാമ്പതി തന്നെ, ആ ഒരു ബ്യൂട്ടിക്ക് ഒരു കുറവുമില്ല കേട്ടോ. അത് അതേപോലെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സ്ഥലം. നമ്മൾ കൊടൈക്കനാൽ പോകുമ്പോൾ അല്ലെങ്കിൽ മൂന്നാർ പോകുമ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു വൈബ് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് അതൊരു വേറെ ലെവൽ സാധനമാണ്. മാത്രമല്ല ഞാൻ അങ്ങനെ അത്ഭുതത്തോടെ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എൻ്റെ സെയിം വൈബല്ല, എൻ്റെ സെയിം ചിന്താഗതിയല്ല, എൻ്റെ സെയിം വിശ്വാസ രീതിയല്ല. അതായത് ഞാനുമായിട്ട് എൻ്റെ ക്യാരക്ടറുമായിട്ട് യാതൊരു സിമിലാരിറ്റീസും ഇല്ലാത്ത കുറച്ച് ഫ്രണ്ട്സ്. ഇന്ന് ഇവരെങ്ങനെയാണ് എന്നെ ഇങ്ങനെ കണക്റ്റഡ് ആക്കി അല്ലെങ്കിൽ അഡിക്റ്റഡ് ആക്കി കൊണ്ടുനടക്കണേ എന്നുള്ളത് എനിക്ക് അറിയുന്നേ ഇല്ല കേട്ടോ. വെരി ഫ്യൂ മൊമെൻറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ വെരി ഫ്യൂ ഡേയ്സ് കൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറന്ന് ഒരു ഗുഹ ഉണ്ടാക്കി അതിനകത്ത് കയറിയിരുന്ന് ധ്യാനം ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് ഇവർ. അത്രയും ഞാനായിട്ട് കണക്റ്റഡായി, അത്രയും ഞാനായിട്ട് അഡിക്റ്റഡായി. ഞാനൊരു അഡിക്ഷൻ ഉണ്ടാക്കിയെടുത്ത ഒരു റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എന്ന് പറയുന്നത് ഇവരായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ എല്ലാവരെയും നിങ്ങൾക്ക് ഒരു ദിവസം പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇന്നത്തെ വ്ളോഗിൽ എന്തായാലും നമ്മൾ അവരെയൊന്നും അധികം കാണിച്ചിട്ടില്ല. ഈ ഒരു വ്ളോഗിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ വിസിറ്റ് ചെയ്ത സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം, പിന്നെ എൻ്റെ കുറച്ച് കഥകൾ പറഞ്ഞു തരാം. അങ്ങനെയൊക്കെയാണ്. ഞാൻ എൻ്റെ ഓരോ ഫ്രണ്ട്സിനായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഈ ഗ്യാങ്ങിനെയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അതായത് ഈ ഒരു വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവരെ കാണിക്കാൻ എന്താ വെച്ചാൽ ഇതിൽ നമ്മുടെ ഗ്യാങ് കംപ്ലീറ്റഡ് അല്ല എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇതിൽ മിസ്സിങ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ ഒരാളെ മാത്രം നമ്മൾ മിസ്സാക്കണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് എല്ലാവരും പാടെയുള്ള ഒരു വീഡിയോ എല്ലാവരും പാടെയുള്ള സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ വർക്ക്സ് കുറേ കാര്യങ്ങൾ പ്രോഗ്രസീവിലാണ്. ഞാൻ ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. കുറേ ആൾക്കാരായി ചോദിക്കുന്നത് എന്താണ് ഐഷ വീഡിയോ ഇടാത്തതെന്നുള്ളത്. മെയിൻലി ഞാൻ വീഡിയോ ഇടാതിരിക്കാനുള്ള വൺ ആൻഡ് ഓൺലി റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഓഫീസിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ തനിച്ച് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നല്ലോണം റഷ് ആയിട്ടുള്ളൊരു ഷെഡ്യൂളാണ് കേട്ടോ. എൻ്റെ ബസ് അപ്പുറത്ത് സ്ക്രാപ്പ് വെറുക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ കടപട സൗണ്ടൊക്കെ വരും. അങ്ങനെ നമ്മളൊരു വെള്ളച്ചാട്ടത്തിലെത്തി. ആക്ച്വലി ഇതിനേക്കാൾ നല്ലൊരു വെള്ളച്ചാട്ടം ഞങ്ങളുടെ നാട്ടിൽ മലമ്പുഴ എന്ന് പറയാം, അതിർക്കാട് പുഴയിലുണ്ട്. എന്നാലും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഒരു നാച്ചുറൽ സ്പാ കിട്ടുന്നുണ്ടായിരുന്നു. കാലിങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഗപ്പിക്കുഞ്ഞുങ്ങളുടെ അത്രയൊക്കെ കുറച്ചും കൂടെ വലിപ്പുണ്ട്, അത്രയൊക്കെ പോകുന്ന മീനുകൾ വന്നിട്ട് നമുക്ക് നന്നായിട്ട് കാലിലിങ്ങനെ സ്പാ തരുന്നുണ്ടായിരുന്നു. ഒരു ശരിക്കും റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. മാത്രമല്ല വളരെ കാമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ക്ലൈമറ്റും. നെല്ലിയാമ്പതി പോയിട്ട് അന്നത്തെ ദിവസം ഫുള്ള് ഇവർ നമ്മുടെ വീട്ടിൽ സ്റ്റേ ആയിരുന്നു കേട്ടോ. എല്ലാവരും എൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈവനിങ് നമ്മുടെ പ്രൈവറ്റ് പൂളിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് തകർത്ത് തിമിർത്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് അവർ പോയിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ എല്ലാവരെയും കരയിച്ചിട്ടാണ് അവർ പോയത്. അത്രയും നമ്മളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. മീനുകൾ നോക്ക്, എടാ മീനുകൾ നോക്ക്, മീൻ നോക്ക്. ഇങ്ങോട്ട് വാ ബസ്, അതെ വാ ഇങ്ങോട്ട് വാ. അല്ല പിന്നെ നിന്റെ അല്ലേ എന്റെ വീഡിയോഗ്രാഫർ അല്ലേ? പുള്ളി ഒഫീഷ്യൽ വീഡിയോഗ്രാഫറാണ്. വലിയ മീനുകളുണ്ട് കേട്ടോ.
VIP അവർക്ക് എന്താ പറയുക പൂപ്പൽ മാത്രം. ഒരുപാട് ജോലി തിരക്കിൻ്റെ ഇടയിൽ സ്ട്രെസ് അടിച്ച് കിളി പറഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ ചില സമയങ്ങളിലൊക്കെ എന്തൊക്കെയൊക്കെയോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ പാസ്റ്റും കുറേ പ്രസൻറ്റും അങ്ങനെ കുറേ. പിന്നെ എനിക്ക് എൻ്റെ സിനുവിൻ്റെ പോലെ തന്നെ ഭയങ്കര കണക്ഷൻ കിട്ടിയ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഫസി. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. ചോറ്, പിന്നെ ചിക്കൻ, പിന്നെ എന്തായിരുന്നു, എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മിനി സദ്യയൊക്കെ ഉണ്ടായിരുന്നു. പായസം പൊളിയായിരുന്നു, അടിപൊളി. പിന്നെ ഇവരിങ്ങനെ ഓരോരുത്തരിങ്ങനെ എന്താ പറയുക, ഫുഡിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ കാര്യമായി വർണ്ണിക്കുന്നുണ്ടായിരുന്നു. ഫുഡിനോടുള്ള പ്രണയം ഓരോരുത്തരുടെയും കണ്ണിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നത് കാണായിരുന്നു. പിന്നെ എൻ്റെ ഫസിദെ നോക്കിയൊക്കെ കുറുമ്പിന് കൈകാര്യം വെച്ച മുതലാണ് കേട്ടോ. ആൻഡ് ഞാൻ അവിടെ പുറത്തിറങ്ങിയിട്ട് പിന്നെ നമ്മുടെ ആ റിസോർട്ടിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇവരെൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയല്ലടി ഇങ്ങനെ പറ, വാ അടിപൊളി സ്ഥലമാണ്, നല്ല ആംബിയൻസ് ആണെന്നൊക്കെ പറ, അപ്പം നിനക്ക് നല്ല അടുത്ത പ്രൊമോഷൻ കിട്ടുന്നൊക്കെ തൊട്ട് അവരെനിക്കിങ്ങനെ കുറേ ക്ലാസ് എടുത്ത് തരുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ പറയുമ്പോൾ മാക്സിമം പറയുക എന്താ, നല്ല ഫുഡാണ്, നല്ല സ്ഥലമാണ്, ആ ഒരു സാധനത്തിന് പറയുന്ന പോലെ ശരിക്കും അങ്ങനെയാണ് കേട്ടോ. കാണാൻ നല്ല സ്ഥലമാണ്, നല്ല ഫുഡാണ്, കുഴപ്പമില്ല. റിസോർട്ടിൻ്റെ പേര് വയ്ക്കരുത്, ഓർമ്മയില്ല. നെല്ലിയാമ്പതിക്ക് പോകുന്ന സമയത്ത് കാണുന്നൊരു നല്ല പെട്ടെന്ന് നമ്മുടെ കാഴ്ചയിൽ പെടുന്ന ഒരു റിസോർട്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു ആംബിയൻസ് കണ്ടിട്ട് തോന്നുന്ന നല്ലതായിട്ട് മനസ്സിലാവുകയാണെങ്കിൽ പൊക്കെ കേട്ടോ. ആൻഡ് നമ്മൾ തിരിച്ചു വരുന്ന സമയത്തുള്ള വൈബ് എന്ന് പറഞ്ഞാൽ കോട ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ദൂരെ പോവുകയെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. ഫസി പോയിട്ട് ഒരു കുരങ്ങൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണിയൊക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പക്ഷെ നമ്മൾ പോയ ട്രിപ്പ് ഉണ്ടല്ലോ, ഒത്തിരി ദൂരമൊന്നും പോയില്ല എന്നുണ്ടെങ്കിലും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിലും ഈ ട്രിപ്പ് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ട്രിപ്പായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടൊക്കെ ഞാൻ കാലങ്ങളായി. ഞാൻ പഠിക്കുന്ന സമയത്ത് അതിനുശേഷം എൻ്റെ കൊളീഗ്സിൻ്റെ കൂടെയൊക്കെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇവർ നമ്മുടെ കൊളീഗ്സാണ് കേട്ടോ. അപ്പോൾ ഇവരെ കൂടെ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പം ഒരു കൊളീഗ്സിൻ്റെ കൂടെയുള്ള ട്രിപ്പിനേക്കാൾ എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ട്രിപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചോര കണക്ഷൻ, ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരുടെ കൂടെയുള്ള ട്രിപ്പിൻ്റെ പോലെയൊക്കെ ആസ്വദിച്ച് മൈൻഡൊക്കെ ഒന്ന് കാമാക്കി തിരിച്ചു വന്നൊരു ട്രിപ്പായിരുന്നു. ഇറ്റ് വാസ് റിയലി അമേസിങ്. അൽഹംദുലില്ലാ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ, ഇനി കുറച്ച് ദിവസത്തേക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സ് കാര്യങ്ങളൊക്കെയാണ് മിക്കവാറും എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. വേറെ ഒന്നുമല്ല, കോണ്ടന്റ് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ ടൈം വേണം. ഞാൻ പ്രിപ്പറേഷൻ എടുത്ത് എന്നിട്ടൊക്കെ വേണം നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരാനായിട്ട്. ഇപ്പം ഞാൻ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂളാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേണിംഗ് പോയിന്റിനാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് പണി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. രാത്രിയും പകലും ഒന്നുമില്ലാതെ ഒത്തിരി ട്രാവൽ ചെയ്യും, ഒരുപാട് ടൈം സെൽഫായിട്ട് സ്പെൻഡ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും റിസർച്ച് ചെയ്യും ഒക്കെ ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിച്ചൊരവസ്ഥയിലോട്ട് എൻ്റെ ലൈഫിനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ കഷ്ടപ്പാടിനൊക്കെ ഫലം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെയൊക്കെ ദുആയും കൂടെ ഉണ്ടാവണം. ആൻഡ് എല്ലാം ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം റിവീൽ ചെയ്യും കേട്ടോ. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.